സുഹൃത്തുക്കൾ നമസ്കാരം. ഈ ഒരു ഷിലു ടോക്സിൻ്റെ കാര്യത്തിൽ ഇനി വീഡിയോ ഇടണ്ടെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഓരോന്ന് കാണുമ്പോൾ എങ്ങനെ പറയാതെക്കും നിങ്ങൾ തന്നെ ഒന്ന് പറയും. നിങ്ങൾ ലാസ്റ്റ് മൂപ്പര് ഇട്ട വീഡിയോസ് ഒന്ന് നോക്കുക. അതിൽ ഒറ്റ സംഭാഷണം പോലും ഇല്ല. ഒരു സൈക്കോളജിക്കൽ മൂവായിട്ടാണ് അതിനെ നമ്മൾ കാണേണ്ടത്. അതിൽ ലാസ്റ്റ് ഇട്ട വീഡിയോസിൽ ഒരു കമൻറ്റ് പിന്നെ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഒരു മനുഷ്യവർഗത്തിൽപ്പെട്ട പെണ്ണിന് വേണ്ടി അവളുടെ ബേസിക് റൈറ്റ്സിന് വേണ്ടി സംസാരിച്ച എന്നെ അടിച്ചമർത്താൻ പല രീതിക്ക് ഇപ്പോൾ ക്യാമ്പയിൻ നടത്തുന്നുണ്ട്. കൊള്ളാം. അവകാശങ്ങൾ ഹനിക്കപ്പെടുന്നവർക്ക് മാത്രമേ അതിൻ്റെ വേദന അറിയൂ. അല്ലാത്തൊരു അട്ടഹസിച്ചു പൊട്ടിച്ചിരിക്കും. ആർക്കും എന്തോ എപ്പോൾ വേണേലും സംഭവിക്കാം. ഒരു പെണ്ണിന് ഈ സാക്ഷര കേരളത്തിൽ അവൾക്കെതിരെ അബ്യൂസിന് നീതി കിട്ടണമെങ്കിൽ ചുരുങ്ങിയത് അവളിൽ ഒരു പെണ്ണിന് ഈ സാക്ഷര കേരളത്തിൽ ചുരുങ്ങിയത് അവളിൽ എവിടെ ബാക്കി കാണില്ല ഒരു മരണമെങ്കിലും സമൂഹം പ്രതീക്ഷിക്കും. അതിൽ കുറഞ്ഞൊന്നും ഇവർക്ക് പറ്റില്ല. അവളെ ഇല്ലാതാക്കിയതിന് ശേഷം മാത്രമേ അവൾക്ക് വേണ്ടി നാവ് പൊന്തു എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയിട്ട് ഒരു നീണ്ട കഥ പറച്ചിലുണ്ട്. ലാസ്റ്റ് ഇങ്ങനെയാണ് അവസാനിക്കുന്നത്. എന്നെ കുറ്റം പറയുന്നവരുടെ ടൈറ്റിലും തംബ്നെയിലും ഒക്കെ നിങ്ങൾ കാണുന്നില്ലേ? പച്ചക്കള്ളങ്ങൾ ഫോട്ടോ എഡിറ്റ് ചെയ്താണ് ഇറക്കുന്നത്. എൻ്റെ ടൈറ്റിൽ മോട്ടിവേഷൻ റിലേറ്റഡ് ആയിരുന്നു. അവരുടെയൊക്കെയോ സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ സെപ്പറേറ്റഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോസ് ഇട്ടില്ലേ, അതിനെ വെച്ചുകൊണ്ട് കുറേ ആൾക്കാർ റിയാക്ഷൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കണം. ഞാൻ അന്നേ പറഞ്ഞിട്ടുണ്ട്, ഈ സോഷ്യൽ മീഡിയ പ്രത്യേകിച്ച് ഈ ഒരു കെട്ട കാലഘട്ടത്തിൽ നിങ്ങളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ പലരും പല കോലത്തിലെടുക്കും. എല്ലാ ആൾക്കാരും നല്ല ആൾക്കാരായിക്കോണമെന്നില്ല. ചിലർ നല്ല രീതിയിൽ ചെയ്യും, ചിലർ പക്ക മോശമായിട്ട് ചെയ്യും. ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ യൂട്യൂബിൽ കടന്നു വരുന്ന ഒരാൾക്ക് ഫസ്റ്റ് വേണ്ട എന്താ അറിയോ? നെഗറ്റീവ് കമൻറ്റ്സ് താങ്ങാനുള്ള ശേഷിയാണ്. ആ ശേഷി ഇല്ലാത്തവർ ഈ പണി നിർത്തി പോകേണ്ട നല്ലത്. അതിപ്പോൾ ആരായാലും യൂട്യൂബ് ആകുമ്പോൾ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. അതിനെ എല്ലാ നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ അതിനെ പോസിറ്റീവായിട്ട് എടുക്കാൻ കഴിയണം. അതിന് ഉദാഹരണമാണ് കുഞ്ഞാമ്പാണ്ടിക്കാട്. എത്ര നെഗറ്റീവ് വന്നു കഴിഞ്ഞാലും ഓനത് പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. കാരണം നെഗറ്റീവ് വെച്ചുകൊണ്ട് എങ്ങനെ പൈസ ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കാണണമെങ്കിൽ അവനെ പോയി വെക്കുക. അതായത് നെഗറ്റീവ് വന്നാലും തെറി വിളിച്ചാലും ഒക്കെ ഇന്ന് വരുമാനമാണ്. കാരണം ഓരോ കമൻസിനും കണ്ടന്റ് മോണിറ്റൈസേഷൻ വഴി പൈസ കിട്ടുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കിക്കോളി. അപ്പോൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളിങ്ങനെ ആൾക്കാരായിട്ട് തെറ്റാനും ഇതേപോലുള്ള കമൻസ് ഇടാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അതിന് തന്നെ നേരം ഉണ്ടാവുള്ളൂ. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ പബ്ലിക് മാധ്യമം, അതിൽ നെഗറ്റീവും പോസിറ്റീവും കാര്യങ്ങളൊക്കെ വരും. കൂടുതലും ചിലപ്പോൾ നെഗറ്റീവ് ആവാറ്. കാരണം ഒരാൾ ഉയർച്ചയിൽ മറ്റൊരാൾക്ക് ഹാപ്പിനെസ് സന്തോഷം ഉണ്ടാവില്ല. ആരെങ്കിലും രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവരെന്താക്കും, അയ്യോ രക്ഷപ്പെട്ടോന്ന് ചോദിച്ചാൽ അങ്ങനത്തെ ഒരു സമൂഹമാണ് നമ്മളിത്. അപ്പോൾ പ്രത്യേകിച്ച് ഈ ഒരു യൂട്യൂബിൽ ഒരാൾ രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും പലർക്കും കുരുപൊട്ടും. പ്രത്യേകിച്ച് ഒരു പെണ്ണ് രക്ഷപ്പെട്ട് കഴിഞ്ഞാൽ പല നെഗറ്റീവ് കമൻസ് വന്നുകൊണ്ട് വീഡിയോ മൂട്ടാക്കാനും അതിനെതിരെ പ്രതികരിച്ച് കമൻറ്റ് പിന്നെ ചെയ്യാനും നിന്നാലേ നിങ്ങൾക്ക് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. കാരണം ഇപ്പോൾ ഉള്ള പ്രേക്ഷകരൊന്നും എല്ലാ കാലത്തും ഉണ്ടാവില്ല. ഇപ്പം നിങ്ങൾ ഹലോ ഷിലോജ് മുത്താണ്, അല്ലെങ്കിൽ ഈ ടോപ്പാണ്, ഞങ്ങൾ വീഡിയോസിൻ്റെ പ്രേക്ഷകരാന്നൊക്കെ പറയേണ്ട ആൾക്കാർ ചിലപ്പോൾ കുറേ കാലം കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കിയിട്ട് പല്ലൊലിച്ച് കാണിക്കും. കാരണം യൂട്യൂബ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. അതായത് എത്ര കാലം നിങ്ങൾക്ക് ആക്റ്റീവായി കൊണ്ടുപോകാൻ പറ്റും അത്ര കാലങ്ങൾ അവിടെ ഉണ്ടാവും. കാരണം അത്രയും കോമ്പറ്റീഷനാണ് യൂട്യൂബിൽ. പണ്ടത്തെ പോലെയല്ല. അതായത് ചെറിയ ചെക്കന്മാർ, അതായത് UP സ്കൂളിൽ പഠിക്കേണ്ട ചെക്കന്മാരും പെണ്ണുങ്ങളും വരെ യൂട്യൂബ് ചാനൽ തുടങ്ങേണ്ട ഒരു കാലഘട്ടത്തിലാണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയൊരു അനുഗ്രഹം. മില്യൺ കണക്കിന് സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. കാരണം ഓൾക്ക് ഇപ്പോൾ എന്താ മുടക്കൊന്നുമില്ല. നിങ്ങളല്ലെങ്കിൽ വേറൊരു ചാനൽ ആൾ വരും, നിങ്ങൾ പോയി കഴിഞ്ഞാൽ അടുത്ത ആൾ വരും. അപ്പോൾ ഓരോ അത് കാണും, അപ്പോൾ നിങ്ങളെ മറക്കും. അതാണ് ഇന്നത്തെ ഈ ഒരു കാലം. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയ ആ ഒരു ചാൻസ് യൂട്ടിലൈസ് ചെയ്യുക. അല്ലാതെ ഇതിൻ്റെ പേരിൽ തെറ്റാനും കമൻറ്റ് പിന്നെ ചെയ്യാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പോയി എന്ന് മാത്രമേ പറയാനുള്ളൂ. നമ്മളെ യൂട്യൂബിൻ്റെ ചരിത്രത്തിൽ തന്നെ ഷിലുവിനോട് ഒന്നുകൂടി പറയാം. അതായത് ഈ രക്ഷപ്പെട്ട തന്നെ ഈ യൂട്യൂബ് കൂടെയാണ്. യൂട്യൂബിൽ ഒരുപാട് നല്ല കണ്ടൻറ്റ് ചെയ്തിട്ട് തന്നെയാണ്, അത്യാവശ്യം ഹാർഡ് വർക്ക് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ ഇട്ട് അത്യാവശ്യം സെറ്റായി നല്ല ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടില്ലേ. അപ്പോൾ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ ഏണിങ്സ് കൂടുന്നേ. അതിനെ ആ വഴിക്ക് വിട്ടാൽ മതി. അതിന് മൈൻഡാക്കാൻ നിൽക്കണ്ട. മൈൻഡാക്കാൻ നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്ത് യൂട്യൂബിൽ എങ്ങനെയാണ് നമുക്ക് നിലനിൽപ്പുണ്ടാവുക? നിങ്ങൾക്ക് 2 ഉദാഹരണം പറഞ്ഞുതരാം. 2 യൂട്യൂബേഴ്സ്. ഒന്ന് കുഞ്ഞാമ്പാണ്ടിക്കാട് തന്നെ, മറ്റൊരാൾ ഒരു ദൃശ്യ എന്ന് പറഞ്ഞിട്ട് ഒരു ബസ്സൊക്കെ ഉണ്ട്. ഇപ്പോൾ ഇവർക്ക് 2 പേർക്ക് ഏറ്റവും കൂടുതൽ നെഗറ്റീവ് കമൻറ്റ്സ് വന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഓരോ പോസിറ്റീവാക്കി എടുത്തു. അതുകൊണ്ട് എന്തായി, ഓരോ ചാനൽ കയറി നല്ല രീതിയിൽ റീച്ചായി. ഈ നെഗറ്റീവ് കമൻറ്റ്സ് ഇടേണ്ട ആൾക്കാർക്ക് അറിയില്ലല്ലോ. ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് ഇട്ട് കഴിഞ്ഞാൽ ആ ചാനലാണ് വളരുന്നത്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. നിങ്ങൾ ഏതൊക്കെ യൂട്യൂബേഴ്സിനെ, സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസിനെ തെറി പറയുന്നുണ്ടോ, നിങ്ങൾ ഓരോ തെറി നിങ്ങളിടുന്ന ഓരോ നെഗറ്റീവ് കമൻറ്റ്സ് ഓരോ ചാനലിൻ്റെ വളർച്ചക്കാണ് മുതൽക്കൂട്ട്. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. അങ്ങനെ ഒരുപാട്
ഒരുപാട് യൂട്യൂബേഴ്സ് നല്ല നിലയിൽ എത്തിയിട്ട്. അപ്പോൾ ഷിലുവിനോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നെഗറ്റീവ് കമൻസിനെ പോസിറ്റീവായിട്ട് എടുക്കുക. പോസിറ്റീവായിട്ട് എടുത്തു കഴിഞ്ഞാൽ ഒരു പ്രശ്നം ഉണ്ടാവില്ല, നല്ല രീതിക്ക് എടുക്കുക. ഓല് ഇങ്ങനെ ഇട്ടോട്ടെ, ഓല് റിയാക്ഷൻ ചെയ്തോട്ടെ. എത്രത്തോളം ആൾക്കാർ നിങ്ങൾക്കെതിരെ നെഗറ്റീവ് പറയുന്നുണ്ട്, അത്രത്തോളം നിങ്ങളുടെ ചാനലിൻ്റെ റീച്ചാണ് കൂടുന്നതെന്ന് നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കിയാൽ മതി. അതോടെ തീർന്നു. ആ ഒരു മൈൻഡ് സെറ്റിൽ വിട്ടാൽ മതി, വേറെ കേസൊന്നുമില്ല. നിങ്ങൾ അടുത്ത വീഡിയോസിൽ നിങ്ങൾ മ്യൂട്ടാക്കരുത്. നിങ്ങൾ സാധാ വീഡിയോ മാർക്ക് ഇടണമെന്ന് ഒരു പ്രേക്ഷകൻ എന്നുള്ള രീതിയിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾ വീഡിയോ ഇഷ്ടപ്പെടാൻ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫോളോ ചെയ്യുക. ഓക്കെ.